ദിവസമായി നാം വാഴ്ത്തപ്പെട്ടു. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവനിശ്ചിതയ്ക്കായി ഒരു ദൈവജനഭാഗം വായിക്കുന്നു. 2 രാജാക്കന്മാർക്ക് എഴുതിയ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. ഏലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാലിക്കാരന്റെ കണ്ണ് തുറന്നു. ഏലീശയുടെ ചുറ്റും അത്ഭുതമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്ത്. അനവധി തവണകൾ നമ്മൾ ഈ ദൈവവചനം വായിക്കുകയും ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അനവധി ദൈവദാസന്മാർ ഈ വചനം പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. വിവിധ മേഖലയിൽ ഈ ശുശ്രൂഷ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ഈ പ്രഭാതത്തിൽ നമ്മൾ ഈ ദൈവവചനം ചിന്തിക്കുമ്പോഴേ നമ്മൾ കേട്ട് തഴമ്പിച്ചതാണെന്നുള്ള ചിന്തയിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ഈ വചനം നിങ്ങൾക്ക് ഒരിക്കലും പ്രയോജനപ്പെടത്തില്ല. എന്നാൽ ഓരോ ദിവസവും ദൈവം നിങ്ങളെ ആത്മാവിൽ പുതുക്കിയെടുക്കുകയാണെന്ന് നിങ്ങൾ ചിന്തിച്ച് വചനത്തെ നിങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറായാൽ ഹല്ലേലൂയ, ഈ വചനം അത്ഭുതം ചെയ്യുകയും ചെയ്യും, രക്തം ചെയ്യും. നമ്മുടെ മനോഭാവമാണ് ഈ വചനത്തെ ഹല്ലേലൂയ നമ്മളിൽ പ്രവർത്തിക്കുന്നത്. എല്ലാവരുടെയും മനോഭാവം ഒരുപോലായിരിക്കും. ചില മുൻവിധിക്കാരായിരിക്കും, ചിലരെല്ലാം അറിയാവുന്നുള്ള ചിന്താധികാരായിരിക്കും. ഇതാണോ എന്നുള്ള ചിന്തകളൊക്കെ അങ്ങനെ പലരും ഞാൻ പറയുന്നത് കേട്ടിട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് പ്രാരംഭത്തിൽ പറയുന്നത്. പക്ഷെ എന്തായിരുന്നാലും ഹല്ലേലൂയ, വചനം ഓരോ ദിവസവും പുതുക്കം തരുകയും നമ്മൾ ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ, ആ വചനം നമ്മെ നടത്തും കേട്ടോ, രക്തം ചെയ്യും. ഇവിടെ നമ്മൾ വായിച്ചത്, പിന്നെ ഏലീശ പ്രാർത്ഥിച്ച്, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എന്താണ് ഇതിന്റെ ചരിത്ര സംഭവങ്ങൾ? ഹല്ലേലൂയ. നമ്മൾ ഈ ദൈവവചനം വായിക്കുന്നത് കാണുന്നത് ഇതിന്റെ 6-13 തൊട്ട് വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് അരാമ്യ സൈന്യം ഹല്ലേലൂയ ഏലീശയ്ക്ക് എതിരെ വരികയാണ്. അനന്തരം അരാം രാജാവിനും ഇസ്രായേലിനോട് യുദ്ധമുണ്ടായി, ഇന്നിന്റെ സ്ഥലത്ത് പാളയമിറങ്ങണം എന്നിങ്ങനെ അവൻ തന്റെ ഹൃദയന്മാരുമായി ആലോചന കഴിച്ചു. എന്നാൽ ദൈവപുരുഷൻ ഇസ്രായേൽ രാജാവിനോട്, ഇന്ന സ്ഥലത്ത് കൂടി കടക്കാതിരിക്കാൻ സൂക്ഷിക്കാം, അരാമ്യർ അവിടേക്ക് വരുന്നുണ്ട് എന്ന് പറയിച്ചു. ദൈവപുരുഷൻ പറഞ്ഞും പ്രബോധിപ്പിച്ചും ഇരുന്ന സ്ഥലത്തേക്ക് ഇസ്രായേൽ രാജാവ് ആളയച്ചു. അങ്ങനെ അവൻ 1 പ്രാവശ്യമല്ല 2 പ്രാവശ്യമല്ല തന്നെത്താൻ രക്ഷിച്ചത്. ഇത് ഹേതുവായി അരാം രാജാവിന്റെ മനസ്സ് ഏറ്റവും കലങ്ങി. പ്രവാചകന്റെ ആലോചന, ഏലീശയുടെ ആലോചനയ്ക്ക് അനുസരിച്ച് പോയതുകൊണ്ട് ആ ആലോചന നിൽക്കുമ്പോൾ തന്നെയാണ് ഇവിടെ നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവൻ ഭൃത്യന്മാരെ വിളിച്ച് അവരോട്, നമ്മുടെ കൂട്ടത്തിൽ ഇസ്രായേൽ രാജാവിന്റെ പക്ഷക്കാരനാര്? അരാം രാജാവ് ചോദിക്കുക. ഹല്ലേലൂയ, അല്ലേ സ്തോത്രം, ആരെന്ന് നിങ്ങൾ പറഞ്ഞു തരികയില്ലയോ എന്ന് ചോദിച്ചു. അവന്റെ ഭൃത്യന്മാരിൽ ഒരുത്തൻ, യജമാനെ രാജാവേ, കാര്യം അങ്ങനെയല്ല. നീ ശയനഗൃഹത്തിൽ സംസാരിക്കുന്ന വാക്കുകൾ ഇസ്രായേലിലെ പ്രവാചകൻ അറിയുന്നു. അരാം രാജാവിന്റെ ചിന്ത എന്താ? അവരുടെ കൂട്ടത്തിൽ നിന്ന് ആരോ ചെന്ന് ഈ രഹസ്യം ഇസ്രായേൽ രാജാവിന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോഴാണ് അരാം രാജാവിന്റെ ഭൃത്യന്മാർ യുദ്ധം പറഞ്ഞത്, യജമാനനെ, കാര്യം അങ്ങനെയല്ല. നീ ശയനഗൃഹത്തിൽ സംസാരിക്കുന്ന കാര്യം ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ട്, ആ പ്രവാചകൻ അറിയുന്നു. ആരും ചെന്ന് പറഞ്ഞത് ഒറ്റിയതോ ഒന്നും അല്ലെന്ന് പറയുക. ഹല്ലേലൂയ, സ്തോത്രം. പ്രവാചകനായ ഏലീശ ഇസ്രായേൽ രാജാവിനോട് അറിയിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ ചെന്ന് അവൻ എവിടെ ഇരിക്കുന്നു എന്ന് നോക്കുകയും ഞാൻ ആളയച്ച് അവനെ പിടിക്കും എന്ന് അവൻ കൽപ്പിച്ചു. അപ്പം രാജാവ് പറയാണ്, ഏലീശ എവിടെയാണ് ഇരിക്കുന്നത് നിങ്ങൾ ചെന്ന് നോക്കുക, ഞാൻ ആളയച്ച് അവനെ പിടിക്കും എന്ന് കൽപ്പിച്ചു. ഹല്ലേലൂയ. അവൻ ദോതാനിലുണ്ടെന്ന് അവന് അറിവ് കിട്ടി. അവൻ അവിടേക്ക് ശക്തിയുള്ള സൈന്യത്തെ കുതിരകളും രഥങ്ങളുമായി അയച്ചു. അവർ രാത്രിയിൽ ചെന്ന് പട്ടണം വളഞ്ഞു. ദൈവപുരുഷന്റെ ബാലിക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. ബാലിക്കാരൻ അവരോട്, അയ്യോ യജമാനനെ, നമ്മൾ എന്ത് ചെയ്യും? അപ്പം ദോതാനില് ഏലീശ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അരാം രാജാവ് എന്ത് ചെയ്തു? വലിയ സൈന്യത്തെ രഥങ്ങളും കുതിരകളും അയച്ച് നേരം വെളുത്തപ്പോഴത്തേനും ആ പട്ടണം മുഴുവൻ അരാം സൈന്യത്തിന്റെ കയ്യിലായി. അപ്പോഴാണ് ഏലീശയുടെ ഹല്ലേലൂയ ദാസൻ കണ്ണു തുറന്നപ്പോൾ എന്ത് ചെയ്തു? പട്ടണം മുഴുവൻ സൈന്യമാണ്. അപ്പോഴാണ് അവൻ ചോദിക്കുന്നത്, യജമാനെ, നമ്മളിനി എന്ത് ചെയ്യും? പട്ടണം മുഴുവൻ അവർ നിറഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ.
അതിനവൻ പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവൻ അവരോട് കൂടെയുള്ളവനേക്കാൾ ഏറ്റവും അധികമെന്ന് എലീശ പറയാം. യഹോവയോട് പറയാൻ, അവനോട് കൂടെയുള്ളവനേക്കാൾ കൂടുതൽ ശക്തിയുള്ളവനാണ്, നമ്മോട് കൂടെ അത് പേടിക്കില്ല. എന്നിട്ടാണ് എലീശ പ്രാർത്ഥിക്കുക. എലീശ പ്രാർത്ഥിച്ചപ്പോൾ എന്ത് ചെയ്തു? ഹല്ലേലൂയ. എലീശയുടെ ശിഷ്യന്റെ കണ്ണ് തുറന്നു. അവന്റെ പുറമെയുള്ള കണ്ണുകൾ കൊണ്ട് നോക്കിയപ്പോഴാണ് ഹല്ലേലൂയ ഈ അരാം സൈന്യത്തെ കണ്ട് ഭയപ്പെടുന്നത്. എന്നാൽ എലീശയുടെ പ്രാർത്ഥനയിൽ ഗേഹസിയുടെ അല്ലെങ്കിൽ അരാം സൈന്യത്തിന്റെ ഹല്ലേലൂയ അരാം സൈന്യത്തെ നോക്കിയപ്പോൾ അല്ലെ എലീശയുടെ പ്രാർത്ഥന മുഖാന്തരം അരാം സൈന്യത്തെ എലീശയുടെ ബാല്യക്കാരൻ കാണുന്നത് പ്രൈസറോ അവരെക്കാൾ വലിയൊരു കൂട്ടം എലീശയ്ക്ക് ചുറ്റും നിൽക്കുന്നതാണ്. ഹല്ലേലൂയ. അല്ലെ യഹോവ ബാലിക്കാരന്റെ കണ്ണ് തുറന്നു, എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും. അപ്പോഴാണ് ഈ ബാലിക്കാരന് മനസ്സിലായത് എലീശയുടെ ദൈവം വലിയ ദൈവമാണ്. അരാം സൈന്യം എത്ര വലിയ ബലത്തോടു കൂടി വന്നാലും എലീശയ്ക്ക് ചുറ്റും നിൽക്കുന്ന ദൈവികമായ സൈന്യത്തെ അവർക്ക് നേരിടാൻ കഴിയില്ല. എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ, ഈ ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, നമ്മുടെ ആത്മീയ കണ്ണ് തുറക്കാത്തിടത്തോളം കാലം നമുക്ക് മുമ്പിൽ കാണുന്നതെല്ലാം ഭയമായിരിക്കും. പ്രൈസ്. നമുക്ക് കൺമുമ്പിൽ ഒരുപാട് ഭയപ്പെടുന്ന അനുഭവങ്ങളുണ്ട്, ഒരുപാട് പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, വെല്ലുവിളികൾ നമ്മുടെ മുമ്പിലുണ്ട്. ആത്മീയ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത നിലയിൽ നമ്മെ ബാധിക്കുന്ന അനവധി പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ ബാഹ്യമായ കണ്ണുകൊണ്ട് കാണുകയാണെങ്കിൽ നമ്മൾ അതിനെ തരണം ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ എലീശയുടെ ബാല്യക്കാരൻ ഭയപ്പെട്ടതുപോലെ നമ്മൾ ഭയപ്പെടും. എന്നാൽ നീ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നെങ്കിൽ, ദൈവസന്നിധി പ്രാർത്ഥിച്ച് നിന്റെ അകത്തെ കണ്ണ് തുറക്കുന്നെങ്കിൽ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന ശത്രു സൈന്യം എത്ര വലുതായിരുന്നാലും അതിനെ നിനക്ക് ജയിക്കാൻ കഴിയും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ദാവീദ് രാജാവ് പറഞ്ഞത്, എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എന്റെ തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. അതെ, നമ്മുടെ ശത്രുക്കൾ കാണുക നമുക്ക് വിരുന്നൊരുക്കുന്ന ദൈവമുണ്ട്, നമ്മെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും ദൈവമുണ്ട്. നമ്മളെ ഏത് പ്രതികൂലത്തിനെയും പുറത്തു കൊണ്ടുവരുവാൻ ശക്തനായ ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. സ്തോത്രം എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങൾ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. ഹല്ലേലൂയ. ജീവനുള്ള ദൈവം. ഹല്ലേലൂയ. യേശുക്രിസ്തുവിനെ ഞാനും നിങ്ങളും ആരാധിക്കുന്നിടത്തോളം കാലം, യേശുക്രിസ്തുവിനെ ഞാനും നിങ്ങൾ അനുഗമിക്കുന്നിടത്തോളം കാലം, യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവത്തിന്റെ ജനമേ, നീ ഭയപ്പെടേണ്ട. നിന്റെ ബാഹ്യമായി കണ്ടുകൊണ്ട് നീ കാണുന്നതിനെ കണ്ട് നീ ഭയപ്പെടരുത്. നിന്റെ ആത്മീയ കണ്ണുകൾ തുറക്കട്ടെ. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം, ഒരു പ്രാവശ്യം ദൈവ മനുഷ്യനായ എലീശയെ പിടിക്കുവാൻ വേണ്ടി അരാം രാജാവ് ശക്തിയുള്ള സൈന്യത്തെ, കുതിരകളെ, രഥങ്ങളുമായി അയച്ചു. എന്നാൽ എലീശ പ്രവാചകൻ അത് കണ്ട് ഭയപ്പെട്ടില്ല. എലീശയുടെ ബാല്യക്കാരന് ഭയമായി, പക്ഷെ എലീശയ്ക്ക് അത് കണ്ട് ഭയമില്ല. അത് എലീശയെ പോലെ ഏത് സാഹചര്യത്തെ നേരിടുവാനുള്ള ആത്മധൈര്യമാണ് നമുക്ക് ആവശ്യം. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അപ്പൊ സൈന്യങ്ങൾ യഹോവ എന്നോട് കൂടെയുണ്ടെന്ന് എലീശയ്ക്കറിയാം. അരാം രാജാവിന്റെ സൈന്യത്തെക്കാൾ വലിയ സൈന്യം എന്നോട് കൂടെയുണ്ട്. എന്നോട് കൂടെയുള്ളത് യഹോവയുടെ സൈന്യമാ. അതുകൊണ്ട് എനിക്ക് അരാം രാജാവിന്റെ സൈന്യത്തെ പേടിക്കേണ്ട കാര്യമില്ലെന്ന് എലീശയ്ക്കറിയാം. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അതുകൊണ്ട് യാക്കോബിന്റെ ദൈവം എനിക്ക് ഉയർന്ന അഭയമായിരിക്കുന്നു എന്നായിരുന്നു ഹല്ലേലൂയ എലീശയുടെ വിശ്വാസം. എന്ന് പറഞ്ഞാൽ യാക്കോബിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവം എനിക്ക് അഭയമായി ഉള്ളത് കൊണ്ട് എനിക്ക് നേരെ ഈ അരാം രാജാവിന്റെ സൈന്യവും കുതിരകളും രഥങ്ങളും അവർ വന്ന് പട്ടണം മുഴുവൻ വളഞ്ഞാലും എന്റെ പിതാക്കന്മാരുടെ ദൈവം എന്നോട് കൂടെയുള്ളത് കൊണ്ട് ഞാൻ അവരെ ചെയ്യിക്കും. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലരെ കേൾക്കുന്ന മാതാപിതാക്കളെ, അബ്രഹാമിന്റെ ഇസഹാക്കിന്റെ യാക്കോബിന്റെ ദൈവം നിനക്ക് അഭയമായി ഉള്ളത് കൊണ്ട് നീ ലോകത്തെ കണ്ട് ഭയപ്പെടരുത്. ഈ ലോകത്തിന്റെ അല്ലെങ്കിൽ അക്രമങ്ങളെ കണ്ട്, ലോകത്തിന്റെ അല്ലെങ്കിൽ വെല്ലുവിളികൾ കണ്ട്, ഈ ലോകത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ കണ്ട്, നിന്റെ ആത്മജീവിതത്തിലെ കടന്നു വരുന്ന വെല്ലുവിളികളെ കണ്ട് നീ ഭയപ്പെടരുത്. നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് നീ ബലപ്പെടണം. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ തകരാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ഭയന്നു പോയ തന്റെ ബാല്യക്കാരനെ നോക്കി എലീശ പ്രവാചകൻ, പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവൻ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികമാകുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 2 രാജാക്കന്മാരുടെ പുസ്തകം ഹല്ലേലൂയ 6:16 വായിച്ചാൽ കാണാൻ കഴിയും. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അതിനവൻ പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവൻ അവരോട് കൂടെയുള്ളവരെക്കാൾ
അധികമാകുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാട്ട്, നിങ്ങളൊരു ദൈവ മനുഷ്യൻ, കർത്താവ് യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവൻ, ദൈവരാജ്യത്തിൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവൻ, നിത്യജീവന്റെ അവകാശി, യേശു ക്രിസ്തുവിനാൽ വീണ്ടെടുപ്പിന്റെ അനുഭവം പ്രാപിച്ച് നിൽക്കുന്ന ദൈവത്തിന്റെ ജനമേ, ദൈവദാസനെ, ദാസിയെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ലോകം വലിയ സൈന്യമായി നിനക്ക് മുമ്പിൽ വന്നാലും അല്ലേലിയ, നിന്റെ ഉള്ളിൽ വസിക്കുന്നവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാ. പ്രൈസോ. അവൻ ലോകത്തിലുള്ള സാത്താന്യ ശക്തികളെക്കാൾ വലിയവൻ നിന്റെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. അവനാണ് യേശു ക്രിസ്തു. അല്ലേലിയ. അതുകൊണ്ട് എലിശയ്ക്ക് അരാം സൈന്യത്തെ ഭയമില്ല. അല്ലേലിയ. അതെ, നമ്മൾ ലോകശക്തികളെ ഭയപ്പെടുന്നത്. നമ്മോട് കൂടെയുള്ളവൻ ആരാണെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മോട് കൂടെയുള്ളവൻ, നമ്മൾ വസിക്കുന്നവൻ, ലോകത്തെയും പാപത്തെയും ജഡത്തെയും സാത്താനെയും അവന്റെ തലയും തകർത്തവനാ. അല്ലേലിയ. നമ്മുടെ യേശു ജയാളിയാ കേട്ടോ. അല്ലേലിയ. പുതിയ നിയമസഭയോട് പറയട്ടെ, ജയാളിയായ കർത്താവിനെ അനുഗമിച്ചുകൊണ്ട്, ജയാളിയായ കർത്താവിനെ അനുഗമിച്ച് നമുക്ക് ഈ ഭൂമി യാത്ര ചെയ്ത് നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തണം. പ്രേസറോ. നാം ലക്ഷ്യത്തിലേക്ക് ഉദിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദൈവസഭ ഉണർവിലേക്ക് ഉദിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ജനലോകം മുഴുവൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ജനാഭിഷേകത്തെ നിറയപ്പെട്ട് വേലക്കാരുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ, സഭകൾ വർദ്ധിക്കുന്നത് കാണുമ്പോൾ, അരാം സൈന്യത്തെ പോലെയുള്ള ചില അന്ധകാരത്തിന്റെ വ്യാപാരങ്ങൾ ദൈവസഭയ്ക്ക് നേരെ എഴുന്നേക്കാൻ സാധ്യതയുണ്ട്. അത് കണ്ട് നീ അമ്മേ ഭയപ്പെടണ്ട. ഏലിശ പ്രാർത്ഥിച്ചതുപോലെ അല്ലേലൂയ നീ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നെങ്കിൽ അല്ലേലൂയ ആമി ലോക ശക്തികൾക്ക് നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. വ്യക്തം ചെയ്യും. അപ്പൊ നമ്മൾ ദൈവസന്നിധിയിലുള്ളവരായിരിക്കണം. ഇവിടെ നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം ആ ബാല്യക്കാരന്റെ കണ്ണു തുറന്നു. ഏലിശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. നോക്കുവിൻ, ഒരു മല മുഴുവനും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും ഇറങ്ങിയെങ്കിൽ എത്ര ലക്ഷം സ്വർഗീയ സൈന്യം അവിടെ ഇറങ്ങിയിരിക്കും എന്ന് നാം കൺകുളിർക്കെ കാണണം. അല്ലേലിയ. അതൊരു വലിയ കാഴ്ചയാ. ഏലിശ പ്രാർത്ഥിച്ചപ്പോൾ ഏലിശയ്ക്ക് ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങൾ കൊണ്ട് സൈന്യത്തെ കൊണ്ട് മലകൾ നിറഞ്ഞിരിക്കുന്നെങ്കിൽ ആമിൻ അരാം രാജാവിന്റെ സൈന്യത്തെക്കാൾ എത്രയോ വലിയ മടങ്ങാണ് ഏലിശയ്ക്ക് വേണ്ടി ദൈവം അയച്ചത്. അല്ലേലിയ. അതെ, കൺകുളിർക്കെ നമ്മൾ കാണണം. അല്ലേലിയ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ സൈന്യത്തിന് പരിമിതിയുണ്ട്. നമ്മുടെ കേരളത്തിലെ സ്റ്റേഷനുകളിലെ പോലീസുകാർക്ക് എല്ലാത്തിനും ഒരു എണ്ണങ്ങളുണ്ട്, പരിമിതികളുണ്ട്, എല്ലായിടത്തും നിയന്ത്രണമുണ്ട്. എന്ന് പറഞ്ഞാൽ ലോക രാജ്യങ്ങളിലുള്ള എല്ലാ സൈനിക നിയമാധികാരികൾക്കും എല്ലാത്തിനും എണ്ണമുണ്ട്, അതിന് കണക്കുണ്ട്. ഇല്ല, പല മേഖലയും ഒഴുകി കിടക്കുക, പലയിടത്തും നിയമനം നടക്കുന്നില്ല, പലയിടത്തും ആളുകളില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ സൈന്യത്തിൽ അനേക ഒഴിവുകളുണ്ട്, അവിടെ ഒന്നും ആളുകളെ നിയമിച്ചിട്ടില്ല. അതുകൊണ്ട് അക്രമങ്ങൾ പെരുകുന്നു. എന്നൊക്കെ വാർത്ത കണ്ടതാ. എന്തായിരുന്നാൽ ഓർത്ത് നോക്കിയാട്ടെ, ഈ ലോകത്തിലുള്ള സകല രാജ്യങ്ങളിലെയും സൈന്യങ്ങളെ എല്ലാം കൂടെ കൂട്ടി നിർത്തിയാലും ദൈവിക സൈന്യത്തിന്റെ ഒപ്പം വരത്തില്ല. അല്ലേലിയ. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. അല്ലേലിയ. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, സ്വർഗീയ സൈന്യത്തിന് എണ്ണമില്ല. അല്ലേലിയ. അവിടെ ഒഴിവുകൾ കിടപ്പില്ല. അവിടെ എപ്പോഴും ഫുള്ളാണ്. എന്തിനും ഏത് സമയത്തും തയ്യാറായി ഒരുങ്ങി നിൽക്കുന്ന സ്വർഗീയ സൈന്യം ഉള്ളത് കൊണ്ട് ഏലിശയ്ക്ക് പേടിയിൽ എന്നെ കേൾക്കുന്ന മാതാവി പിതാവേ നീ പ്രാർത്ഥിച്ചു. എണ്ണമില്ലാത്ത സ്വർഗീയ സൈന്യം നിനക്ക് വേണ്ടി ഇറങ്ങി വരുമെന്ന്. അല്ലേലിയ. ഇവിടെ ഏലിശയ്ക്ക് ചുറ്റും അഗ്നിമയമായ രഥങ്ങളും കുതിരകളും കൊണ്ട് മലകൾ നിറഞ്ഞിരിക്കുന്നുണ്ട്. എന്നാൽ ഹിസ്കിയാവ് പ്രാർത്ഥിച്ചപ്പോൾ ഹിസ്കിയാവിന് നേരെ കടന്നു വന്ന ആ വലിയ പ്രതികൂലത്തെ ശക്തിയെ, എന്ന് പറഞ്ഞാൽ അശൂർ പാളയം, അല്ലേലിയ, അശൂർ ശക്തിയെ നിങ്ങൾ യെശയ്യാവിന്റെ 38 വായിച്ചാൽ കാണാൻ. അവിടെ എന്താണ്, ദൈവം ഒരു ദൂതനെ ഇറക്കി, അശൂർ പാളയത്തിലേക്ക് ഒരു ദൂതനെ ഇറക്കിയുള്ളൂ. അല്ലേലിയ. അപ്പൊ എണ്ണമില്ലാത്ത ദൂതസൈന്യങ്ങൾ സൈന്യങ്ങൾ കർത്താവിലുള്ളപ്പോൾ തന്നെ ഏലിശയ്ക്ക് ചുറ്റും അഗ്നിമയമായ കുതിരയും രഥങ്ങളും കൊണ്ട് മരങ്ങളെ ഇറഞ്ഞതുപോലെ. എന്നാൽ ഇവിടെ ഈ ഹിസ്കിയാവിന്റെ പ്രാർത്ഥന ഒടുവിൽ ഒറ്റ ദൂതനെ അയച്ചുള്ളൂ. ആ ഒരു ദൂതനാണ് അന്ന് അശൂർ പാളയത്തിൽ 1,85,000 പേരെ കൊന്നു. രാവിലെ ജനമെല്ലാം എഴുന്നേറ്റും പട്ടണം മുഴുവൻ ശവം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കണ്ടത്. അപ്പം ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഒറ്റ ദൂതൻ മതിയെന്ന് ഇതിനെ മുഴുവൻ നശിപ്പിക്കുവാൻ, അല്ലേ ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുവാൻ ഒറ്റ ദൂതൻ മതിയെന്ന്. അല്ലേലിയ. ദൈവിക ദൂതന്റെ ശക്തിയും ബലമൊന്നും ഭൂമിയിലെ ഒരു സൈന്യത്തിനും ഇല്ലെന്നേ.
അല്ലേ? അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കിയായിട്ട് ഞാൻ പറഞ്ഞില്ല, എല്ലാ രാജ്യങ്ങൾക്കും പരിമിതികളുണ്ട് സൈന്യത്തിന്. എന്നാൽ ഇവിടെ ഏലീശ ചുറ്റും ഇറങ്ങിയിരിക്കുന്ന സൈന്യത്തെ നിങ്ങൾ നോക്കിയാട്ട് എണ്ണിയാൽ തീരാത്ത പോലെ ബാല്യക്കാരന്റെ കണ്ണുകൾ കണ്ട് കുളിർക്കത്തക്ക പോലെ മലകൾ നിറഞ്ഞിരിക്കുന്നതാണ് സൈന്യത്തെ കൊണ്ട് കണ്ടത്. അല്ലേരിയ, അത് ദൈവം അല്ലെങ്കിൽ ദൈവം നമ്മുടെ കണ്ണൊന്ന് തുറന്നാൽ, അല്ലേരിയ, പലപ്പോഴും നമ്മുടെ ആത്മീയ കണ്ണ് തുറക്കാത്തതാണ് നമ്മൾ പരാജയപ്പെടുന്നത്. സ്തോത്രം. ജീവിതത്തിൽ കഷ്ടങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, പ്രതികൂലങ്ങളൊക്കെ കടന്നു വരുമെന്നേ. അല്ലേലൂയ. നിന്നെ തകർക്കുന്ന വിധത്തിലുള്ള എല്ലാ സംഗതികളും നിനക്ക് കടന്നു വരാം. ഒരുപക്ഷെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, മുന്നോട്ട് ജീവിക്കാൻ പറ്റുമോ എന്ന് പോലും ചിന്തിക്കുന്ന അനുഭവങ്ങളുണ്ട്. ആ നിലയിലേക്ക് നീ എത്തിയേക്കാം. എന്നാലും നീ ഭയപ്പെടരുത്. ഏലീശയെ പോലെ നീ പ്രാർത്ഥിക്കുന്നവളാണെങ്കിൽ നിനക്ക് ചുറ്റും ദൈവ ദൂതഗണത്തെ അയക്കും. അല്ലേലൂയ. അത് ദേശത്തിന്റെ പോരായിരുന്നാലും, കുടുംബത്തിലെ പോരായിരുന്നാലും, മാതാപിതാക്കളായാലും, ബന്ധുമിത്രാദികൾ, അമ്മായിമെന്ന് മരുമകളിൽ ഏതെല്ലാം മേഖലയിൽ നിനക്കെതിരെ സൈന്യം എഴുന്നേറ്റാലും, അല്ലേലൂയ, ലോകസൈന്യം എഴുന്നേറ്റാലും നീ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ നിനക്ക് വേണ്ടി ദൈവം സ്വർഗീയ സൈന്യത്തെ അയക്കും. അല്ലേലൂയ. അപ്പൊ നമ്മൾ ഈ ലോകത്തെ കണ്ട് ഭയപ്പെടരുത്. ഈ ലോകത്തിന്റെ അന്ധകാരശക്തികളെ കണ്ട് ഭയപ്പെടരുത്. ഈ ലോകത്തിന്റെ സാത്താന്യശക്തിയെ കണ്ട് ഭയപ്പെടരുത്. ലോകത്തിന്റെ പ്രഭു, ഈ ലോകത്തിന്റെ ദൈവം സാത്താനെ നിങ്ങൾ കണ്ട് ഭയപ്പെടരുത്. പിശാചിനെ നീ ഭയപ്പെടരുത്. പിശാചിനെ ഭയപ്പെടുന്നവർ പിശാചിന് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവൻ വെറും പൊട്ടനാണ്. പിശാചി പൊട്ടനാണ്, വെറും മണ്ടനാണ്. അല്ലേലൂയ. അവൻ സൂത്രങ്ങൾ മെനയുന്നവനാ. കാൽവരിക്രൂശിൽ യേശു അവരെ തലയെ തകർത്തതാണ്. അവന് ജീവനില്ലാത്തവനാ. അവൻ തന്ത്രങ്ങളാ ചെയ്യുന്നത്. അല്ലേലൂയ. അതുകൊണ്ട് നീ സാത്താനെ പേടിക്കരുത്, പിശാചിനെ നീ പേടിക്കരുത്. പിശാചിനെ നീ ജയിക്കണം. ഒരു ദൈവ പൈതൽ ഒരിക്കലും സാത്താനെ ഭയപ്പെടുന്നവനാകരുത്. അല്ലേലൂയ. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. ജയാളിയായ യേശുവിന്റെ മക്കൾ, ജയിച്ചവനായിരിക്കുന്ന യേശുവിന്റെ മക്കൾ, ദൈവജനം ഒരിക്കലും സാത്താനെ കണ്ട് ഭയപ്പെടരുത്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരത്തെ നമ്മൾ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്ന ദേശകർത്താവുണ്ടല്ലോ. നമ്മൾ ജയാളിയായി നിൽക്കുന്നത് കാണുവാൻ അവന്റെ വേലയില്, ശുശ്രൂഷയില്, നമ്മൾ ഏൽപ്പിച്ച ദൗത്യത്തിനകത്ത് അടിപാതറി പോകാതെ, അല്ലേലൂയ, വിശ്വാസത്തിന്റെ തീക്ഷ്ണത ഇരുന്നുകൊണ്ട് നമുക്ക് ചുറ്റും കടന്നു വരുന്ന സകല സാത്താന്യ ശക്തികളെ നീ ആത്മാവിൽ വെല്ലുവിളിച്ചുകൊണ്ട്, പ്രാർത്ഥനയുടെ, ആരാധനയുടെ, അഭിഷേകത്തോടെ നീ ദൈവത്തിൽ ഇരിക്കുന്നെങ്കിൽ നിനക്ക് നേരെ എഴുതുന്ന സൈന്യങ്ങൾ താറുമാറായി മാറും, ചിന്തഭിന്നമായി മാറും. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പേരിൽ സ്തോത്രം പറയാമോ? നിന്നോട് കൂടെയുള്ളവൻ ലോകത്തിനുള്ളവനേക്കാൾ വലിയവനാണ്. പലരും ജീവിതം ഒടുക്കിക്കളയും. നമുക്കറിയാം, ഈ കാലഘട്ടങ്ങളിൽ ആത്മഹത്യ പെരുകിക്കൊണ്ടിരിക്കുന്നു, കുടുംബകലങ്ങൾ പെരുകിക്കൊണ്ടിരുന്നു, മരണം സംഭവിക്കുന്നു. ഭർത്താവിനെ ഭാര്യയെ കൊല്ലുന്നു, ഭാര്യ കാമുകനെ കൂടി ഭർത്താവിനെ കൊല്ലുന്നു, ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു. എന്തുവേണ്ട എന്തെങ്കിലും പ്രശ്നങ്ങളാണ്. അല്ലേലൂയ. കൊലപാതകത്തിന്റെ എണ്ണം വർദ്ധിക്കുന്നു. കേരളത്തിലും ഭാരതത്തിലും വിദേശ രാജ്യങ്ങളിലും കൊലപാതകത്തിന്റെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആത്മഹത്യകൾ പെരുകുമ്പോൾ എന്നെ കേൾക്കുന്നവരെ, മാതാവി, പിതാവി, നീ കണ്ണു തുറന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിനെ നീ താഴ്ത്തി കൊടുത്ത് നിന്നെ തന്നെ നേൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ നിനക്ക് നേരെ കടന്നു വരുന്ന പ്രതികൂല ശക്തികളെ നിനക്ക് ജയിപ്പാൻ കഴിയും. അല്ലേലൂയ. അത് നമ്മുടെ ആത്മീയ കണ്ണാ തുറക്കേണ്ടത്. ഏലീശയുടെ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നതുപോലെ, അല്ലേലൂയ, നിന്റെ കണ്ണ് തുറക്കാൻ വേണ്ടി നീ പ്രാർത്ഥിക്കണം. ആത്മീയ കണ്ണ് തുറക്കുവാൻ. ബാഹ്യമായ കണ്ണുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി നിനക്ക് കാണാൻ കഴിയില്ല. ആത്മീയമായ കണ്ണ് തുറന്നെങ്കിൽ മാത്രമേ ദൈവം ആരെന്ന് നിനക്ക് മനസ്സിലാവുള്ളൂ. നമ്മുടെ ദൈവത്തെ പോലെ വേറൊരു ദൈവം എങ്ങുമില്ല. അല്ലേ? നമ്മുടെ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ല. നാം ആരാധിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. യേശുക്രിസ്തു ജീവനുള്ള ദൈവമാണ്. യേശുക്രിസ്തുവിനേക്കാൾ വലിയൊരു ദൈവമില്ല. സകല നാമത്തിനും മേലായ നാമമുള്ളവൻ, സകലത്തെയും സൃഷ്ടിച്ചവൻ, സകലത്തിന്റെ അധികാരി ഉടയവനായിരിക്കുന്നവൻ, സകലത്തിന്റെ സൃഷ്ടാവായിരിക്കുന്നത്, സർവജ്ഞാനിയായിരിക്കുന്ന യേശു മാത്രമാണ് ദൈവം. മറ്റൊരു ദൈവമില്ലെന്നേ. അതുകൊണ്ട് നീ യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. നിനക്ക് നേരെ ഹല്ലേലൂയ പാളയം ഇറങ്ങിയിരിക്കുന്ന ശത്രുവിനെ തകർക്കുവാൻ നീ മുഴങ്കാലും മടക്കി പ്രാർത്ഥിക്കണം. രക്തം ചെയ്യണം. പ്രവേശനോ നിന്നെ തകർക്കാൻ പിശാചിന്റെ പദ്ധതികൾ ഒരുപാട് കൊണ്ടുവരും. വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി കടന്നുപോയ പല കുടുംബങ്ങളും നിസ്സാര പ്രശ്നത്തിന് പേരിൽ കലങ്ങിപ്പോയി തവിട്ടുപൊടിയായി.
ഉടഞ്ഞ കുപ്പി പോലെ പല കുടുംബങ്ങളുമായി. എന്തുകൊണ്ടാണ്? പ്രാർത്ഥനയിൽ ആരാധനയിൽ ദൈവമായി യാതൊരു ബന്ധവുമില്ല, ദൈവ സാന്നിധ്യമില്ല. ലോകത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിച്ച് ലോകത്തിന്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് പോയത് കൊണ്ട് പല കുടുംബങ്ങളും തകർന്ന് തരിപ്പണമായി. അല്ലേ? എന്നാൽ നീ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. കണ്ടോ, ഏലിശ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എണ്ണിയാ തീരാത്ത പോലെ സ്വന്തം സ്വർഗീയ സൈന്യം വല്ലേറിയ അവിടെ ഇറങ്ങിയതായിട്ട് കാണാൻ കഴിയും. അതുകൊണ്ടാണ് യോഹന്നാന്റെ ലേഖനം നാം വായിക്കുമ്പോൾ കാണുന്നത്. യോഹന്നാന്റെ ലേഖനത്തിലേക്ക് 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ കാണുന്നത് യോഹന്നാൻ പറയുകയാണ്, അല്ലേലിയ, അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: സ്വന്തം കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. അവര് ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവരെക്കാൾ വലിയവനല്ലോ. എലീശ പറഞ്ഞ വാക്കുകൾ ഇവിടെ എത്രയോ യാഥാർത്ഥ്യമാണ്. യേശുവിന്റെ സ്നേഹിതനായിരുന്ന യോഹന്നാൻ പറയുക, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിനുള്ളവരാകും. നിങ്ങൾ അവരെ ജയിച്ചിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. കേൾക്കുന്ന മാതാപിതാവേ, നിന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാ. ലോകത്തിലാരാ ഉള്ളത്? സാത്താനാ. അവന്റെ പേര് ലോകത്തിന്റെ പ്രഭു, ഈ ലോകത്തിന്റെ ദൈവം എന്നൊക്കെ പറയും. പക്ഷെ നിന്നിലുള്ളതാരാ? അത് യേശു ക്രിസ്തുവാ. ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനായ യേശുവാണ് നിന്റെ ഉള്ളിലുള്ളത്. നിനക്കൊന്ന് പറയാൻ കഴിയുമോ ശ്രോതാവേ? എന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ഈ ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ചവൻ, അണ്ടകടാകത്തെ അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ, സകലത്തിന്റെ ഉടയവൻ, മാനകുലത്തിന് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്നവൻ, അവസാനത്തുള്ളി രക്തം വരെ തന്നവൻ. അവൻ മാനകുലത്തിന്റെ പാപത്തിന് പരിഹാരമായി മരിച്ചടക്കപ്പെട്ട ഉയർന്നാമെ 3-ാം നാൾ അതിശക്തിയോട് ഉയർത്തുന്നിട്ട് സ്തോത്രം തലകായത്തിൽ മറിയിക്കും അല്ലരിയ ശിഷ്യന്മാർക്കും അല്ലരിയ പ്രത്യക്ഷമായി 500-ലധികം പേർക്ക് പ്രത്യക്ഷമായി സ്വർഗ്ഗാരോപണം ചെയ്ത് പിതാവിന്റെ വലത്തുഭാഗത്ത് മന്ദ ചെയ്യുന്ന കർത്താവ് യേശു ക്രിസ്തു ജീവനുള്ള ദൈവം. അവൻ ലോകത്തിലുള്ളതിനേക്കാൾ വലിയവൻ. അവൻ നിന്റെ ഉള്ളിലുണ്ടെന്ന് നിനക്കൊന്ന് പറയാൻ കഴിയണം, അല്ലേ? അവൻ ലോകത്തിലുള്ളതിനേക്കാൾ വലിയവനായി യേശു നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നീ ലോകത്തെ ഭയപ്പെടേണ്ട കാര്യമില്ലെന്നേ. രക്തം ചെയ്യും എന്ന് പറഞ്ഞാൽ അതിന്റെ സ്വന്തം വിശദീകരണം നോക്കിയാൽ 2 തരം ആത്മാക്കൾ തമ്മിലുള്ള താരതമ്യമാണ് മുൻ വാക്യങ്ങളിൽ പറഞ്ഞപ്പോൾ ഇവിടെ ദൈവമനുഷ്യൻ ലോകമനുഷ്യൻ തമ്മിലുള്ള അന്തരത്തെയാണ് ചൂണ്ടിക്കാണി. 4-ാം വാക്യത്തിൽ നിങ്ങളിലുള്ളവൻ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെയും ലോകത്തിലുള്ളവൻ എന്ന് പറയുന്നത് സാത്താനെയുമാണ്. അല്ലേ? നിങ്ങളിലുള്ളവൻ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ലോകത്തിലുള്ളതെന്ന് പറയുമ്പോൾ സാത്താൻ. അല്ലേലിയ, സ്തോത്രം, അല്ലേലിയ. അതുപോലെ ദൈവത്തിൽ നിന്നുള്ളവൻ എന്ന് പറയുന്നത് ക്രിസ്തുവിനെ രക്ഷിതാവായി അംഗീകരിച്ച് ദൈവിക ഉപദേശം കൈക്കൊള്ളുന്നവനാണ് ദൈവത്തിൽ നിന്നുള്ളവൻ. അല്ലേലിയ. ക്രിസ്തുവിനെ നിഷേധിക്കുന്നവരുടെ ലോകത്തിൽ നിന്നുള്ളവരാണ് യോഹന്നാൻ സ്തോത്രം. ക്രിസ്തുവിനെ അല്ലേലിയ നിഷേധിക്കുന്നവരെ ലോകത്തിൽ നിന്നുള്ളവരായി യോഹന്നാൻ കാണുക. ക്രിസ്തുവിനെ നിഷേധിക്കുന്നവരൊക്കെ ആരാ? അല്ലേലിയ, അവർ ലോകത്തിലുള്ളവരാ. അവരുടെ നേതാവാരാ? ലോകത്തിന്റെ പ്രഭുവാ. യേശുവിനെ ദൈവമെന്ന് അംഗീകരിക്കാത്തവനെല്ലാം ലോകത്തിൽ നിന്നുള്ളവനാണ്. യേശുവിനെ ദൈവമെന്ന് വിശ്വസിക്കാൻ കഴിയാത്തവൻ, യേശുവിനെ ദൈവമെന്ന് വിശ്വസിക്കാൻ കഴിയാതെ യേശുക്രിസ്തുവിനെതിരെ നിൽക്കുന്ന സകല വ്യക്തികളും യേശുക്രിസ്തുവിന്റെ നാമത്തെ നിഷേധിക്കുന്നവരെല്ലാം ലോകത്തിൽ നിന്നുള്ളവരാ. അതാണ് യോഹന്നാൻ പറയുന്നത്. എന്നാൽ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവായി സ്വീകരിച്ച് അവന്റെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന, വേർപാട് വിശുദ്ധിൽ നിൽക്കുന്ന കൂട്ടായ്മയുടെ ഭാഗമായി നിൽക്കുന്ന സകല ജനങ്ങളും ദൈവത്തിൽ നിന്നുള്ളവനാ. എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നീ ദൈവത്തിൽ നിന്നുള്ളവനാണോ, നീ ലോകത്തിൽ നിന്നുള്ളവനാണോ എന്ന് നീ തിരിച്ചറിയണം. അല്ലേലിയ. ദൈവത്തിൽ നിന്നുള്ള മനുഷ്യനെ തൊടുവാൻ ഈ ലോകത്തിന്റെ ശക്തികൾക്ക് കഴിയില്ല. ആമേൻ. അല്ലേ? രാജാവിന്റെ വലിയ സൈന്യം രഥങ്ങളും കുതിരകളുമായി പട്ടണം വളഞ്ഞാലും അല്ലേരിയ ഏലീശയ്ക്കറിയാം, എന്നോട് കൂടെയുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയതാ, അല്ലെ ആരാമ്യ സൈന്യത്തെക്കാൾ വലിയതാണ്. അതുകൊണ്ട് എന്നോട് കൂടെയുള്ളവനെ ഈ ലോകത്തിന് ജയിപ്പാൻ കഴിയില്ല. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിനക്ക് പറയാൻ കഴിയുമോ? നിന്നിലുള്ള പരിശുദ്ധാത്മാവിനെ ഈ ലോകത്തുള്ള ശക്തിക്ക് ജയിക്കാൻ കഴിയില്ലെന്ന് പറയണം. രക്തം ചെയ്യണം. ഓരോ ദൈവത്തിൽ ഓരോ ദിവസം പറയണം, എന്നിലുള്ള പരിശുദ്ധാത്മാവിനെ ജയിപ്പാൻ ഈ ലോകത്തിന്റെ ശക്തികൾക്ക് കഴിയുകയില്ലെന്ന് നീ ഉറക്കെ പ്രഖ്യാപിക്കണം. സാത്താന്റെ തലയെ നീ തകർക്കണം, പിശാചിന്റെ തലയെ തകർക്കണം. ഈ ലോകം നിനക്ക് അനുകൂലമല്ല, ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾക്ക് അനുകൂലമല്ല, ഇവിടുത്തെ രാഷ്ട്രീയം നിനക്ക് അനുകൂലമല്ല, ഇവിടുത്തെ ഒരു വ്യക്തികൾക്കും നിനക്ക് അനുകൂലമല്ല, മതങ്ങൾ നിനക്ക് അനുകൂലമല്ല, എല്ലാം നിനക്ക് പ്രതികൂലമാണ്.
അല്ലേലി ഒരു ദൈവത്തിൽ ഈ ലോകം മുഴുവൻ പ്രതികൂലമാണ്. അല്ലേലിയ. ആമേൻ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാട്ടെ, ഇവിടെ ഏറ്റവും കൂടുതൽ പ്രതികൂലമുള്ളത് ആരാ? ദൈവത്തിന്റെ ജനത്തിനാ. അവരാണ് കഷ്ടം സഹിക്കുന്നത്, അവരാണ് മുമ്പരപ്പെടുന്നത്, അവരാണ് വേദനിക്കപ്പെടുന്നത്, അവരാണ് ആമേൻ രക്തസാക്ഷിത്വം വഹിക്കുന്നത്. എന്നാലും അവരതിനെ ഭയപ്പെടുന്നതിൽ എന്തുകൊണ്ട്? അവരുടെ ഉള്ളിൽ ഒരു പ്രത്യാശയുണ്ട്, അവർക്കൊരു നിത്യജീവനുണ്ട്. അവരുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളതിനേക്കാൾ വലിയവനാണെന്ന് അവർ ബോധ്യമുള്ളത് കൊണ്ട് അവർ ലോകത്തെ ഭയപ്പെടാതെ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് നിനക്ക് പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോഴും നീ ദൈവത്തിൽ ആശ്രയിക്കണം. ഫ്രീസറോ അല്ലേലിയ. ഏലിശയുടെ ബാലിക്കാരൻ ഭയപ്പെട്ടുവെങ്കിലും ഏലിശയ്ക്ക് ഭയമില്ല. ഏലിശ ബാലിക്കാരനോട് നീ പേടിക്കണ്ടെന്നാ പറയുന്നേ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ പേടിക്കണ്ട. നിന്നോട് കൂടെയുള്ള ലോകത്തിലുള്ളതിനേക്കാൾ വലിയവനാ. നീ ജീവിതം മടുത്ത് നിരാശ നിലവിലാണോ? മതിയെന്ന് പറഞ്ഞിരിക്കുകയാണോ? എന്നാൽ അവിടെ നീ തളരരുത്. നീ തളരാതെ യാത്ര ചെയ്യണം, രക്തം ചെയ്യണം. അല്ലേലിയ. നീ തളരുന്നത് കാണുവാൻ ദൈവത്തിന് ഇഷ്ടമില്ല. നീ നിരാശനായി കാണുന്നത് ദൈവത്തിന് ഇഷ്ടമില്ല. നീ സങ്കടപ്പെടുന്നത് കാണുവാൻ ദൈവത്തിന് ഇഷ്ടമില്ല. നീ സന്തോഷിച്ച് നിൽക്കണം, സന്തോഷിച്ച് ആനന്ദിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്. എന്ന് പറയുന്നത് നിന്റെ കുടുംബത്തിനകത്ത് എന്നും കണ്ണുനീര്, നിന്റെ കുടുംബത്തിനകത്ത് എന്നും വേദനകൾ, നിന്റെ കുടുംബത്തിനകത്ത് എന്നും നിരാശകൾ, അങ്ങനെയുള്ള അനുഭവത്തിലൂടെ കടന്നു പോകുന്ന സ്വഭാവേ അല്ലേലിയ. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവരണം ആ സ്ഥിതിക്ക് മാറി നിന്റെ കുടുംബത്തിനകത്ത് എങ്ങനെ ആയിരിക്കണം, നിന്റെ കുടുംബം ഏത് മേഖലയിലായിരിക്കും, നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരിക്കണം, അതിന് 118 സംഗീതം 15 വാക്യം വായിക്കണം. ആമേൻ. അല്ലേ സ്തോത്രം, വലിയ സ്തോത്രം. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം. അല്ലേ ഉല്ലാസത്തിന്റെ ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ എന്ന് പറഞ്ഞാൽ ആമേൻ. നീ ആകുന്ന കൂടാരത്തിൽ, നിന്റെ ഭവനമാകുന്ന കൂടാരത്തിൽ, നിന്റെ മക്കളാകുന്ന ആമേൻ നിന്റെ മക്കളിൽ എന്ത് ചെയ്യണം? ഉല്ലാസത്തിനും ജയത്തിന്റെയും ഘോഷം നിറയണം നിങ്ങളുടെ കുടുംബത്തിൽ. അല്ലേലിയ. കണ്ണുനീര് കൊണ്ടിടാൻ സാത്താൻ ഉണ്ടായിരിക്കും, വേദനകൾ കൊണ്ടിടാൻ സാത്താൻ ഉണ്ടായിരിക്കും, പരിഹാസം പറയാൻ സാത്താൻ ഉണ്ടായിരിക്കും. എല്ലാവരുടെ മുമ്പിൽ താഴ്ത്തി കെട്ടാൻ ആളുകൾ കാണും, നിന്നെ നിന്ദിക്കാൻ ആളുകൾ കാണും, നിനക്കെതിരെ സംസാരിക്കാൻ അനേകം നാവുകൾ കാണും. നിന്നെ ഭൂമി തുടച്ചു മാറ്റുവാൻ പിശാച് പല പദ്ധതികൾ ഒരുക്കിയിരിക്കുക. നിന്റെ ശുശ്രൂഷ തടയുവാൻ, ജീവിതത്തെ തടയുവാൻ, കുടുംബത്തെ തടയുവാൻ, തലമുറയെ നശിപ്പിക്കാൻ സാത്താൻ പലതും കിണഞ്ഞ് ശ്രമിച്ചേക്കാം. അല്ലേലിയ. എന്നാൽ അതിന് നടുവിൽ നീ സാമി ദുഃഖിതനായി മാറാതെ നീ പറയണം, എന്നിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാ. അതുകൊണ്ട് ഉല്ലാസത്തിന് ജയത്തിന് ഘോഷം നീതിമാന്മാർ എന്റെ കൂടാരത്തിലുണ്ട്, എന്റെ ജീവിതത്തിലുണ്ട്, എന്റെ മക്കളിലുണ്ട്, എന്റെ ഭാര്യയിലുണ്ട്, ഭർത്താവിലുണ്ട്. പിശാച് നിനക്ക് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? വെല്ലുവിളിച്ച് ചോദിക്കണം പിശാചിനോട്. രക്തം ചെയ്യും. നമ്മൾ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണേ. നമ്മൾ ആരാ? വീണ്ടെടുക്കപ്പെട്ടവരാ. നമ്മൾ ലോകത്തിന്റെ സന്തതിയല്ല, നമ്മൾ സ്വർഗരാജ്യത്തിന്റെ മക്കളാ. അല്ലേ? ഭൂമി 2 കൂട്ടം ജനങ്ങളാ. അല്ലേ? 1 ലോകത്തിന്റെ മക്കൾ, 2 ദൈവരാജ്യത്തിന്റെ മക്കൾ. അല്ലേലിയ. കർത്താവ് യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവ് യേശുക്രിസ്തുവിന്റെ വചനത്തിൽ നിലനിൽക്കുന്നവൻ, അവന്റെ കൽപ്പനയാക്കുന്ന വിശുദ്ധ സ്നാനം സ്വീകരിച്ച് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നവൻ ദൈവരാജ്യത്തിന്റെ മക്കളാണ്. അല്ലേലിയ. എന്നാൽ ഈ ലോകത്തിന്റെ വെറുപ്പത്തിൽ ഇവിടുത്തെ ഇഷ്ടാനുസരണ ജീവിതം അനുസരിച്ച് ഇവിടുത്തെ മദ്യത്തിൽ ലഹരിക്കും ഇവിടുത്തെ രാഷ്ട്രീയവും മറ്റു മതങ്ങൾക്കും ഒക്കെ ചുക്കാൻ പിടിച്ചുകൊണ്ട് തമ്മിലടിച്ചും കലഹിച്ചും പ്രശ്നം ഉണ്ടാക്കി ദൈവമക്കൾക്കെതിരെ ഈ പ്രശ്നമായിട്ട് കടന്നു വരുന്നവരൊക്കെ അവർ ലോകത്തിൽ നിന്നുള്ളവരാണ്. അല്ലേലിയ. അതുകൊണ്ടാണ് നിന്നെ ലോകത്തുള്ള ജയിപ്പാൻ ദൈവം നിനക്ക് കൃപ തന്നത്. രക്തം ചെയ്യും. അതുകൊണ്ട് നിന്റെ കുടുംബം തകർന്നു പോകരുത്, നിന്റെ കുടുംബം കണ്ണിലാകരുത്, നീ നശിച്ചു പോകരുത്. നിന്റെ കുടുംബത്തിനകത്ത് ആനന്ദം കൊണ്ട് നിറയണം. രക്തം ചെയ്യും. പ്രൈസോ. അല്ലേലിയ. അതുകൊണ്ട് അല്ലേലിയ. എലീശയുടെ ഭാര്യക്കാരൻ ഭയപ്പെട്ടതുപോലെ നീ ഭയപ്പെടാതെ നിന്റെ ആത്മീയ കണ്ണുകൾ തുറക്കാൻ നീ പ്രാർത്ഥിക്കണം. രക്തം ചെയ്യും. നിന്റെ ഭർത്താവിന്റെ ആത്മീയ കണ്ണ് തുറന്നാൽ നിന്റെ ഭർത്താവിന്റെ മദ്യപാനം മാറും. നിന്റെ ഭാര്യയുടെ ആത്മീയകണ്ണ് തുറന്നാൽ അവളുടെ കർത്താവ് ചിട്ടികമായ ജീവിതം മാറും. നിന്റെ മക്കളുടെ ആത്മീയകണ്ണ് തുറന്നാൽ അവർ ലഹരി ഉപയോഗത്തെ പിൻവാമി മാറി വരും. അല്ലെങ്കിൽ അതിന് നീ എന്ത് ചെയ്യണം? ഏലിശയെ പോലെ പ്രാർത്ഥിക്കണം. രക്തം ചെയ്യും. പ്രാർത്ഥിക്കുന്നവന്റെ കുടുംബത്തിനകത്ത് ദൈവിക സമാധാനമുണ്ട്. പ്രാർത്ഥിക്കുന്നവന്റെ കുടുംബത്തിനകത്ത് ദൈവ കൃപയുണ്ട്. പ്രാർത്ഥിക്കുന്നവന്റെ കുടുംബത്തിന് ചുറ്റും ദൈവിക സൈന്യമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്ന് പ്രാർത്ഥിക്കാത്ത നിന്റെ കുടുംബത്തിനകത്ത്, ദൈവമായി ബന്ധമില്ലാത്ത കുടുംബത്തിനകത്ത് പ്രശ്നങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. രക്തം ചെയ്യും. ഹല്ലേലൂയ. നിനക്ക് കർത്താവേ മടങ്ങി വാ. കാലം ഇനി അധികമില്ല. കർത്താവിന്റെ വരവേറ്റു ആസനമായിരിക്കുന്നു. ലോക സംഭവങ്ങൾ ഓരോന്നും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സാങ്കേതിക പ്രവചനങ്ങളും നിറവേറുന്ന കാലഘട്ടത്തിലാണ്. പീഡകൾ വർദ്ധിക്കുന്നു, പ്രതികൂലങ്ങൾ വർദ്ധിക്കുന്നു, ക്ഷാമങ്ങൾ പെരുകുന്നു, ദുരന്തങ്ങൾ കൂടുതൽ. പേമാരികളും കൊടുങ്കാറ്റുകളും അല്ലേലൂയ, മലയിടിച്ചിലും ഉൾപ്പൊട്ടലുകളും നാശനഷ്ടങ്ങളും ജലപ്രളയങ്ങളും തുടങ്ങി.
എന്ന് വേണ്ട എന്തെല്ലാം പ്രശ്നങ്ങൾ, യുദ്ധങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നു, രാജ്യങ്ങൾ തമ്മിൽ കൊമ്പ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഏത് സമയത്ത് എന്ത് സംഭവിക്കാവുന്ന നിലയിലേക്ക് നമ്മുടെ ലോക രാജ്യരാഷ്ട്രങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. പരസ്പരം ആർക്ക് സ്നേഹിക്കാൻ കഴിയാതെ, പരസ്പരം ആർക്കും വലിയ സന്തോഷിക്കാൻ കഴിയാതെ എവിടെയും ദുഃഖത്തിന്റെ മുറവിളികൾ മാത്രം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കും. നമ്മൾ ഇതെല്ലാം വെളിപ്പെടുത്തുമ്പോൾ ഇന്ന് പകൽ ഈ ലോകത്തെ വിട്ടിട്ട് യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കണം. രക്തം ചെയ്യാം. നിന്നെ രക്ഷിപ്പാൻ സുവിശേഷത്തിന് മാത്രമേ കഴിയുള്ളൂ. ഈ ലോകത്തിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ രക്ഷിപ്പാൻ കഴിവുള്ള ഒന്നുണ്ടെങ്കിൽ അത് സുവിശേഷം മാത്രമാണ്. അത് യേശുക്രിസ്തു മാത്രമാണ്. ഏത് ഭാവിയെ മാനസാന്തരം നയിക്കുന്ന, ഏത് ഭാവിയെ ദൈവത്തിലേക്ക് നയിക്കുന്ന, ഏത് ഭാവിയുടെ പാപത്തെ ക്ഷണിച്ചു കൊടുക്കുന്ന, ഏത് വ്യക്തിക്ക് നിത്യജീവൻ കൊടുക്കുന്ന, അവനെ ദൈവത്തോട് ചേർത്ത് ദൈവത്തിന്റെ മകനായി മകളായി ചേർത്ത് ദൈവരാജ്യം കൊടുക്കുവാൻ അധികാരമുള്ളവൻ ഒരുവൻ ഉണ്ടെങ്കിൽ അവൻ യേശുക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാവേ, അവൻ നീ ദൈവത്തോട് ചേർന്ന് വാ. നിന്റെ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾക്കൊരു സമാധാനം ഉണ്ടാകട്ടെ. രക്തം ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചു നോക്കി നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണെന്ന്. നമ്മൾ ചിന്തിച്ച് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താ, നമ്മുടെ സാഹചര്യം എന്താ? അല്ലേലിയ എന്നെ കേൾക്കുന്ന മാതാവ്, നിനക്ക് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ? നിനക്ക് സമാധാനത്തെ ജീവിക്കാൻ കഴിയുന്നുണ്ടോ? ഒരു നേരത്തെ ഭക്ഷണം നിനക്ക് നന്നായിട്ട് കഴിക്കാൻ കഴിയുന്നുണ്ടോ? എന്നും നിന്റെ കുടുംബത്തിൻ്റെ അടുത്ത് കലഹമല്ലേ? പ്രൈസലോ. അല്ലേ? ഞാനിത് പറയുമ്പോൾ ഞാൻ ഒരുപാട് പേർക്ക് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് പറയുന്നതാണ്. ചില കുടുംബങ്ങളെയൊക്കെ പ്രാർത്ഥനയ്ക്ക് വിളിച്ചു മറ്റേ പാസ്റ്റ് ഉറങ്ങിയിട്ട് ദിവസങ്ങളായെന്നാണ് പറയുന്നത്. എൻ്റെ ഏരിയ എന്നെ നിരന്തരമായിട്ട് കോഴിക്കോട് ഒരാൾ വിളിക്കാറുണ്ട്. എൻ്റെ ഏരിയ കാരണം കാലങ്ങൾക്ക് മുമ്പേ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ടതാണ്. അവരുടെ ജോലികളുടെ ബന്ധം കോഴിക്കോട് എത്തിയ കോട്ടയംകാരാണ്. എൻ്റെ ഏരിയ എന്നാൽ ആ വീട്ടിലെ മാതാവിനും പിതാവിനും കടനീര് മാത്രമാണ്. അല്ലെങ്കിൽ എന്താണ്, അവർക്കൊരു മകളുണ്ടായി. ആ മകളെ വിവാഹം കഴിച്ചയച്ചു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മായിയെ അനുസരിക്കത്തില്ല, മരുമോളെ ഭർത്താവിനെ അനുസരിക്കത്തില്ല, തന്നിഷ്ടക്കാരിയായി മാറി. ആരെയും അനുസരിക്കത്തില്ല. കുടുംബത്തിനകത്ത് കണ്ണുനീര്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കേട്ടോ, ചില കുടുംബങ്ങൾക്കകത്തൊക്കെ കണ്ണുനീരാ. ഒരു നേരത്തെ ആഹാരം പോലും നന്നായി കഴിക്കാൻ കഴിയാത്ത എത്രയോ കുടുംബങ്ങളുണ്ട്. എളിയ എന്നാൽ ഇന്ന് കേൾക്കുന്ന സ്നേഹിത, ഈ ലോകത്തിന്റെ ഇഷ്ടം നീ വിട്ടിട്ട് മടങ്ങി വന്ന് നീ യേശുവിൽ വിശ്വസിക്ക്. ഈ ലോകം തരുന്ന സമാധാനമല്ല യേശു നിനക്ക് നൽകുന്നത്. നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ദൈവിക സമാധാനം യേശു തരും. അല്ലേറിയ യേശുയുടെ ഭാര്യക്കാരന് സമാധാനമില്ല. എന്താണ് നോക്കിയപ്പോഴെന്താ, ആ നിലയിൽ പട്ടണം മുഴുവൻ അല്ലെങ്കിൽ അരാം രാജാവിന്റെ സൈന്യം കൊണ്ട് നിറഞ്ഞിരിക്കുക. അവൻ ഉറക്കം വരുന്നില്ല, സന്തോഷമില്ല. അവൻ എന്ത് ചെയ്യും? അവൻ അതാ യജമാനെ നമ്മൾ എന്ത് ചെയ്യും? അതെ, ഇന്ന് പലരും അങ്ങനെ ചോദിക്കുന്നത്. ശത്രുവിന്റെ വലിയ കൂട്ടം എഴുന്നേൽക്കുമ്പോൾ, ശത്രുവിന്റെ പ്രകോപനം ഉണ്ടാകുമ്പോൾ എല്ലാവരും ഇനി നമ്മൾ എന്ത് ചെയ്യും? അല്ലേരിയ അവിടെയാണ് എലിശാ പറയുന്നത്, നീ ഭയപ്പെടേണ്ട, പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവൻ ലോകത്തിലുള്ളവരെക്കാൾ വലിയവനാണ്. അല്ലേരിയ അതെ, ഇനി എന്ത് ചെയ്യുമെന്നോർത്ത് ഭാരപ്പെടുന്ന ജീവിതമേ. ചിലർക്ക് ഇനി എന്ത് ചെയ്യുന്നോർത്ത് കയറെ കെട്ടി ഞാൻ നീയാകിയ. നീ കെട്ടിഞ്ഞാന്ന് മരിക്കുവാനല്ല, നീ ആത്മഹത്യ ചെയ്യുവാനല്ല ദൈവം നിനക്ക് ഈ ഭൂമിയിൽ ജന്മം തന്നത്. നീ ഈ ഭൂമി ജനിച്ചതും വളർന്നതും നീ ഭൂമി നിന്നെ ഇത്രത്തോളം കൊണ്ടുവന്നത് നിന്റെ ജീവനെ നീയായിട്ട് ഒടുക്കിക്കളയാനല്ല. നിന്റെ ജീവനെ നീ യേശുവിന് കൊടുക്കണം. അല്ലേരിയ ഇന്ന് പകൽ മടങ്ങി വാ. അല്ലേരിയ ഇവിടെ ദൈവത്തിന് വചനം വായിക്കുമ്പോൾ അല്ലിയ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി, അല്ലിയ ഏലീശയെ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി സേനയെ ദൈവം അയക്കിയ ആത്മരഥങ്ങളും കുതിരകളെയും അല്ലിയ ഇറക്കിയവൻ. ഏലിയാവിനെ സ്വർഗരാജ്യത്തിലേക്ക് എടുത്തുകൊള്ളപ്പെട്ടവൻ. അഗ്നിരഥമായ കുതിരകളെയും അയച്ചവൻ. അല്ലിയ ഓരോരുത്തരെയും വിധത്തിൽ അല്ലിയ ഓരോരുത്തരും വിഷയത്തിലേക്ക് ദൈവം ഇറങ്ങി വരുവാണ്. ഏലീശയെ ഏലിയാവിനെ ചുള്ളിക്കാരൻ്റെ എടുത്തതുപോലെ ഏലിശയുടെ അത്യമായ രഥങ്ങളും കുതിരകളും ഇറങ്ങിയതുപോലെ അല്ലേരിയ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിഷയത്തിന് ദൈവം ഇറങ്ങി വരുമെന്ന്. അല്ലേരിയ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിഷയത്തിന് ദൈവം ഇറങ്ങി വന്ന് നിങ്ങളെ ആ പ്രതികൂലത്തിന് വിടിവിക്കുന്നവനാ ദൈവം. അല്ലേരിയ ലോകത്തിന്റെ ഏത് മൂലയിലാണ് നീ താമസം, നിന്നെ ദൈവത്തിന്റെ കണ്ണ് കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ നീ വിശ്വസിക്കുക. അല്ലേരിയ ഇവിടെ ദൈവത്തിന്റെ ഫലമാണ്. ധനവാന്റെ വീട്ടിലെ വാതിലിനരികിൽ കിടന്ന ലാസറിനെ ദൈവദൂതന്മാർ വിളിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയെങ്കിൽ, അല്ലേരിയ യേശുക്രിസ്തു മേഘങ്ങളിൽ കയറി സ്വർഗരാജ്യത്തേക്ക് കടന്നു പോയതുപോലെ സ്തേഫാനോസിനെ സ്വീകരിപ്പാൻ കർത്താവ് തന്നെ പിതാവിന്റെ വലത്തുഭാഗത്ത് എഴുന്നേറ്റ് നിന്നതുപോലെ, അല്ലെങ്കിൽ ഏലിയാവ് അന്തരഥത്തിൽ കയറിയതുപോലെ അല്ലേരിയ അത് നിന്നെ സ്വീകരിപ്പാൻ സ്വർഗം തയ്യാറായി നിൽക്കുക. അല്ലേലിയ സ്തോത്രം. അല്ലേരിയ യാക്കോബിന് സ്വർഗം എത്തുന്ന ഗോവേണിയാ കണ്ടത്. അല്ലേരിയ
ഓർത്ത് നോക്കിയേ, നമ്മൾ ഓരോരുത്തർക്കും ദൈവം പ്രത്യക്ഷമാകുന്ന വ്യത്യസ്തമായ നിലയിലാണ്. അതെ, ഇന്ന് പകൽ നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. ഹല്ലേലൂയ. ആമേൻ. നമ്മെ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി ദൈവത്തിന്റെ സേനയെ, അഗ്നിരഥങ്ങളെയും കുതിരകളെയും ഇറക്കുവാൻ ദൈവത്തിന് കഴിയും. ഏലിയാവിന്റെ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളുവാൻ ഹല്ലേലൂയ അഗ്നിരഥങ്ങളെ അയച്ചവൻ. ഹല്ലേലൂയ. കൂടാതെ യാക്കോബിനെ ഹല്ലേലൂയ സ്വർഗം വരെ എത്തുന്ന ഗോപിനെ കാണിച്ചു കൊടുത്തവൻ, ധനവാന്റെ വീട്ടിലെ വാതിൽക്ക് കിടന്ന ലാസറിനെ ദൈവദൂത സ്വർഗത്തിലേക്ക് കൊണ്ടുപോയതുപോലെ, യേശു മേഘങ്ങളിൽ കയറി സ്വർഗരാജ്യത്തിൽ കടന്നുപോയതുപോലെ, സ്തേഫാനോസിനെ സ്വീകരിപ്പാൻ പിതാവിന്റെ വലത്ത് ഭാഗത്ത് യേശു എഴുന്നേറ്റ് നിന്നതുപോലെ, ഹല്ലേലൂയ, ഇന്ന് പകൽ നിന്നെ സ്വീകരിപ്പാൻ യേശു തയ്യാറാണ്. രണ്ട് കരങ്ങളിൽ നീട്ടി യേശു നിന്നെ സ്വീകരിപ്പാൻ നിൽക്കുന്നു. രക്തം ചെയ്യും. നമ്മൾ പതറിപ്പോകരുത്. ഹല്ലേലൂയ. വീണ്ടും കർത്താവിന്റെ വരവെങ്കിൽ കോടാനുകോടി വിശുദ്ധന്മാർ എടുത്തുകൊള്ളപ്പെടുമ്പോൾ തേജസ് പ്രാപിച്ച് രൂപാന്തരപ്പെട്ട അഗ്നിജ്വാലകളായി നിങ്ങൾ സ്വർഗരാജ്യത്തിലേക്ക് ചെല്ലും. ഹല്ലേലൂയ. ഇനി സംഭവിക്കാൻ പോകുന്ന വലിയ അത്ഭുതമാണോ? കർത്താവിന്റെ ഗംഭീര നാമത്തോടും പ്രതാപത്തോടും ശബ്ദത്തും ദൈവത്തിന്റെ കാഹളത്തും കൂടെ മധ്യാകാശത്തിൽ ഇറങ്ങിയതിനും മുമ്പേ മരിച്ച വിശുദ്ധന്മാരെല്ലാം കല്ലറയിൽ ഉയർത്തി നിൽക്കും. പിന്നെ ജീവനോടെ ഇരിക്കുന്ന നമ്മളെല്ലാം തേജസ് പ്രാപിച്ച് അഗ്നിജാലകളായി നാം ദൈവരാജ്യത്തിലേക്ക് എടുക്കപ്പെടും. ഹല്ലേലൂയ. നാം എടുക്കുക സ്വർഗത്തിലേക്ക് ചെല്ലും. അപ്പോൾ അന്ധകാര ശക്തികളാൽ എതിർത്ത് നിൽക്കുവാൻ സാധിക്കാത്ത ഒരു അന്ധകാര ശക്തികളാൽ ഈ കർത്താവ് ഉയർപ്പിനെ ജയിക്കാൻ കഴിയത്തില്ല. അന്ധകാര ശക്തികൾ ഒന്നിച്ചെഴുന്നേറ്റാലും കർത്താവായ യേശു ക്രിസ്തു നമുക്ക് നൽകുന്ന ഉയർപ്പിനെ തടയാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നിങ്ങൾ കർത്താവിന് വേണ്ടി ധൈര്യമായി ഉറച്ചു നിൽക്കണം. പരിശുദ്ധാത്മാവിന്റെ അഗ്നി നിങ്ങളുടെ ഉള്ളിൽ ഇറങ്ങണം. ഹല്ലേലൂയ. ആത്മാവിൽ നിന്ന് നിറയപ്പെടണം. ദൈവരാജ്യത്തിന് വേണ്ടി ഇത് ശക്തിയോടെ നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമഭക്തന്മാർ, പുതിയ നിയമഭക്തന്മാർ, ആദിമ സഭയിലെ വിശുദ്ധന്മാർ വളരെ പോരാട്ടം കഴിച്ചവരാണ്. അവരെല്ലാം വിശുദ്ധിക്ക് വേണ്ടി നിന്നു. ദൈവരാജ്യത്തിൽ അവരെ കാണണമെങ്കിൽ ഇവിടെ നാം വിശുദ്ധിയോടെ ജീവിക്കണം. ഹല്ലേലൂയ. അപ്പോൾ എനിക്ക് നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധന്മാവ് വസിക്കുന്നെങ്കിൽ പരിശുദ്ധന്മാവ് ദൈവത്തോട് നിങ്ങളെ ചേർത്ത് നിർത്തും. നിങ്ങളുടെ ഹൃദയത്തിലെ സകല അശുദ്ധമായ ചിന്തകളെ, ഹൃദയത്തിലെ അഹങ്കാരങ്ങളെല്ലാം നിങ്ങൾ നീക്കിക്കളഞ്ഞിട്ട് ദൈവിക ന്യായവിധിയിലേക്ക് നിങ്ങൾ കടക്കാതെ ദൈവിക രാജ്യത്തിലേക്ക് പ്രവേശിപ്പാൻ ആകാംക്ഷകളിലായി മാറണം. ഹല്ലേലൂയ. അത് ഞാൻ വായിച്ച വചനത്തിലേക്ക് വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുക. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുന്നത്, ഹല്ലേലൂയ, എല്ലാ അശുദ്ധമായ ചിന്തകളെയും ഹൃദയത്തിലെ അഹങ്കാരങ്ങളെയും നിങ്ങൾ ചുട്ടരിക്കണം. കർത്താവ് ന്യായവിധിയുടെ കാറ്റുകൊണ്ട്, ദഹനത്തിന്റെ കാറ്റുകൊണ്ട് സീയോൻ പുത്രിമാരുടെ മലിനതകളെ കഴുകിക്കളയും. യെരൂശലേമിന്റെ രക്തപാതകം അതിന്റെ നടുവിൽ നീക്കിക്കളയും, വെടിപ്പാക്കുമെന്ന് നമ്മൾ യെശയ്യാ പ്രവാചകൻ പുസ്തകം 4-3 വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അത് മനുഷ്യന്റെ ഉള്ളിലെല്ലാം മലിനതകളുണ്ട്. ഹല്ലേലൂയ. എൻ്റെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലൊക്കെ മലിനതകളുണ്ട്. ആ മലിനതകളെ നീക്കിക്കളയുവാൻ പരിശുദ്ധാത്മാവാകുന്ന അഗ്നിക്ക് മാത്രമേ കഴിയുള്ളൂ. എപ്പോൾ പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ വരുന്നു, ആത്മാവിൽ നിറയപ്പെടുന്നു, ഹല്ലേലൂയ, ആ സമയം നിന്റെ ഹൃദയത്തിന് മലിനതകൾ മുഴുവൻ മാറിപ്പോകും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്നതാകെ നീ യേശുവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? ഇന്ന് വരെ നീ യേശുവിന് വേണ്ടി നിന്റെ ഹൃദയം കൊടുത്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ നീ നിന്റെ ഹൃദയത്തെ യേശുവിന് കൊടുക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവരായിരിക്കുന്ന ഈ അട്ടകടകത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്ന യേശുവിന്റെ ഹൃദയം വിട്ടുകൊടുക്കുകയാണെങ്കിൽ ആ സമയം തന്നെ ദൈവിക ദൂതന്മാർ നിനക്ക് ചുറ്റും പാളയമിറങ്ങും. നിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കും. നിന്റെ കുടുംബത്തെ സമാധാനം, നിന്റെ ജീവിതത്തെ സമാധാനം. നീ പരാജയപ്പെട്ട സ്ഥാനത്ത് ദൈവം നിന്നെ ഉയർത്തും. അല്ലെങ്കിൽ ഏതാണ് നിന്റെ സങ്കടം, ഏതാണ് നിന്റെ കണ്ണുനീര്? നിങ്ങൾ പലവിധമായ വിഷയങ്ങൾ ഭാരപ്പെട്ട ആരോടും പറയാതെ ഹൃദയത്തിൽ ഞെരുങ്ങിക്കുന്ന അനുഭവമുണ്ട്. ആരോടും പറയാതെ നിങ്ങൾ തനിച്ചിരുന്ന പ്രാർത്ഥിക്കുന്ന വിഷയമുണ്ട്. അതിനുവേണ്ടി ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണ്. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അത് നിന്റെ സങ്കടങ്ങൾ കേൾക്കുന്ന ദൈവം. എലീശയുടെ പ്രാർത്ഥന കേട്ടൊരു ദൈവമുണ്ടെന്ന്. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ശ്രോതാവേ, നീ ആരെ ഭയപ്പെടണം? ലോകത്തെ നീ ഭയപ്പെടണ്ട. നീ യേശുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചിട്ട് യേശുവിന്റെ ഹൃദയം കൊടുത്ത് നീ യേശുവിന്റെ പ്രാർത്ഥിക്ക്. ലോകത്തെ ഭയപ്പെടാതെ. ഹല്ലേലൂയ. രാസൈന്യത്തെ എലീശയ്ക്ക് ഭയമില്ല. എലീശയുടെ ഭാര്യക്കാരന അല്ലേ ഭയമുള്ളത്. എന്നാൽ ഹല്ലേലൂയ, സ്വതः എലീശയുടെ പ്രാർത്ഥന മതിയെ അത്ഭുതങ്ങളാണ്. നിന്റെ പ്രാർത്ഥന ചില അത്ഭുതങ്ങളെ നീ വഹിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് പദ്ധതിക്ക് യാക്കോബിന്റെ ഓഹരിയായവൻ അവയെപ്പോലെ അല്ല. അവൻ സർവ്വത്തെയും നിർമ്മിച്ചവൻ. ഇസ്രായേൽ അവന്റെ അവകാശ ഗോത്രം. സൈന്യങ്ങൾ യഹോവ എന്നാകുന്നതിന്റെ നാമമെന്ന് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 10:16 വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. സകലത്തിന് സൃഷ്ടിച്ചവൻ. ഹല്ലേലൂയ. സകലത്തിന്റെ ഉടയവൻ. എന്ന് പകൽ മനം കലങ്ങിയിരിക്കുന്ന എല്ലാവരുടെയും പറയട്ടെ, നിന്നെ ദൈവം വിടുവിക്കാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. നിന്നെക്കെതിരെ നിൽക്കുന്ന കോടാനുകൂടി ലോകശക്തികൾ, സാത്താന്യ ശക്തികളെ ജയിപ്പാൻ എണ്ണമില്ലാത്ത ദൂതസംഘത്തെ
ദൈവം നിനക്ക് വേണ്ടി എണ്ണമില്ലാത്ത സ്വർഗീയ സൈന്യത്തെ നിനക്ക് വേണ്ടി ദൈവം അയക്കാൻ പോകും. എലിശയ്ക്ക് വേണ്ടി അയച്ചതുപോലെ ദൈവം നിനക്ക് വേണ്ടി അയക്കാൻ പോകും. കണ്ണുകളുടെ ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. എലീശ പ്രാർത്ഥിച്ചപ്പോൾ അഗ്നിമയമായ രഥങ്ങളും കുതിരങ്ങളും കൊണ്ട് മലകൾ നിറഞ്ഞിരിക്കുന്ന കാണത്തക്ക നിലയിൽ ബാലിക്കാരന്റെ കണ്ണ് തുറന്നതുപോലെ കർത്താവിന്റെ മകൻ ജനത്തിന്റെ കണ്ണുകൾ തുറക്കണമേ. അക്രമങ്ങളോ രാജകത്തിലുള്ള കർത്താവ് കുടുംബ തകർച്ചയും കലഹങ്ങളും സമാധാനമില്ലാന്ന് കുടുംബത്തിനകത്ത് ചിന്ന ഭിന്ന അനുഭവം, കുടുംബ കർത്താവ് ചിന്ന ഭിന്ന തലമുറകൾ മദ്യത്തിൽ മയക്കി ലഹരിക്ക് അടിപ്പെട്ട് ഈ ലോകത്തിന്റെ വെറുപ്പത്തിൽ അകപ്പെട്ട സാത്താനിശത്തിനാൽ ആമീൻ കർത്താൻ കടന്നു പോകുന്ന അനുഭവത്തിൽ കുടുംബം സമാധാനമില്ല. ആത്മഹത്യകൾ പെരുകുന്നു, കൊലപാതകങ്ങൾ പെരുകുന്നു, സംശയങ്ങൾ പെരുകുന്നു, ആക്രമങ്ങൾ പെരുകുന്നു. സ്ഥാനമാന അധികാരങ്ങൾ വേണ്ടി എന്തും ചെയ്യുവാൻ രാഷ്ട്രങ്ങൾ തമ്മിൽ കലഹിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ജനം മടങ്ങുന്ന കർത്താവ് യേശുക്രിസ്തുവിന്റെ ആത്മരക്ഷനായിപ്പാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ കേരളത്തിനായി, ഭാരതത്തിൽ ലോക രാജ്യങ്ങൾക്കായി 800 കോടി ജനത്തിനായി പ്രാർത്ഥി വില്ലേജ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ താലൂക്ക് ലോക ജില്ലാ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ ഭരിക്കുന്ന രാജ്യങ്ങളുടെ പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവി, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസികൾ, ട്രൈബൽ മേഖലയായി സകല ജനത്തെയും, കരസേന, വ്യോമസേന, നാവികസേനത്തെ അതിഥികളെ കാക്കുന്ന BCR അടക്കമുള്ള ക്രമസമാധാന പാലിക നിയമമാണ് രംഗത്ത് രഹസ്യാംശങ്ങളെ പോലീസിലെ സെക്ഷൽ SCs ഫോറസ്റ്റ് ഫയർഫോഴ്സ് കോടതിയുടെ ജുഡീഷ്യൽ വിവിധ ഭാഗങ്ങളെ ഓർക്കുന്ന കർത്താവി സഹമയിൽ പൊതുവായ രാജ്യങ്ങളിൽ സാമ്പത്തിക മേഖല മേഖലയായിരിക്കുന്ന എല്ലാ ജനത്തെ ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുകയാണ്. ലേഡിയ കർത്താവി കടലോരവാസികൾ, മത്സ്യം, ആഴക്കടൽ, കണ്ണൂരി, കരികൾ, കമ്മിൽ ഫാമിലി ജോലി ചെയ്യുന്നവർ, കൺഷനെക്കാൻ ഓട്ടോ യൂണിയനകത്ത് എല്ലാ ടാക്സിയുടെ ഡ്രൈവേഴ്സിനെയും എല്ലാ ഹെവി വാനോടും പാടത്തും പറമ്പിലും കോടിയിലും കല്ലിലും മണ്ണും ചെടിയോട് മണ്ണടിച്ച് ഉയർപ്പാക്കുന്ന പ്രിയപ്പെട്ടവർക്കായി വലിയൊരു കച്ചവടക്കാർക്കായി വലിയ വ്യാപാര വ്യവസായ ക്ഷീരമയിലെ കാർഷിക പണിയെടുക്കുന്നവർ അല്ലേലിയ കർത്താവ് സകല ജനത്തെ ഞങ്ങളുടെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. ആമേൻ. ജീവിതത്തിൽ കർത്താവിയെ വിവിധ ഭാരങ്ങളെ പ്രയാസങ്ങളാൽ കടന്നു പോകുന്നുണ്ട്. കുടുംബം തകർന്ന് ചിന്ന ഭിന്നമായി മാറും. മദ്യത്തിൽ ലഹരിക്ക് അടിമപ്പെട്ട് തലമുറകൾ, കുടുംബങ്ങൾ, സൗകര്യമാർ എല്ലാം ജീവിക്കപ്പെടുവാൻ അല്ലേലിയ കർത്താവ് കുടുംബത്തിൽ ഒറ്റപ്പെട്ട ജീവിതത്തിൽ നിരാശപ്പെട്ട വിവിധമായ ബന്ധനങ്ങളാൽ കടന്നു പോകുന്നവർ, ആമേ മഹാവ്യാധിയിൽ കടന്നു പോകുന്നവർ ഞങ്ങൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കും. മാരകമായ രോഗപ്പെട്ട് കിടക്കുന്നവർ, ഉറപ്പ് നിർത്താവിയായ ലക്ഷക്കണക്കിന് ജനങ്ങൾ വിവിധ കർഷകർ കടന്നു പോകുമ്പോൾ വാർത്തയ്ക്ക് സഹജമായി സംഭാവനപ്പെടുന്നവർ, ആമേ കോടതി കർത്താവ് ഡിവോഴ്സ് വികസന ലക്ഷക്കെട്ടുകൾ ഭവനമില്ലാതെ ഭാരത തലമുറയില്ലാതെ ഭാരത ജീവിതം ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ തകർന്നു കിടക്കുന്ന എല്ലാ കുടുംബത്തിന്റെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഈ ലോകം ജനമേ സകൽക്കും ദൈവനാമത്തിന് എതിരായി നിൽക്കുമ്പോൾ അതിന്റെ ഏരിശയെപ്പോലെ പ്രാർത്ഥിക്കും റേഡിയോ കൂട്ടം ജനത്തെ ദൈവസഭ എഴുന്നേൽപ്പിക്കുക. ലോകം മുഴുവൻ ദൈവസഭയ്ക്ക് ദൈവമക്കൾ അക്രമം അഴിച്ചുവിട സാത്താനുശക്തികൾ, തീവ്രവാദികൾ, ഭീകരവാദികൾ, വർഗീയവാദികൾ, അധികാരങ്ങൾ കർത്താവിലേക്കും മാനസഭയിൽ നല്ല മത മേലാളന്മാരെ സന്ദർശിക്കണമേ. മതസാമൂഹിക സാംസ്കാരിക മാധ്യമ വേണ്ടി അനേകം നിൽക്കുന്നവർ, സയന്റിസ്റ്റ്, എഞ്ചിനീയർമാർ എല്ലാ കർത്താവ് പാർട്ടികൾക്ക് മാനസാന്തരം കൊടുക്കുന്നതായി പ്രാർത്ഥിക്കുന്നു. കർത്താവിയ കാര്യങ്ങൾക്ക് മാനസാന്തരം, ലഹരി മാഫിയകൾക്ക് മാനസാന്തരം കൊടുക്കണമേ. ആമി ലക്ഷക്കണക്കിന് ജനങ്ങളെ പാപത്തിലേക്ക് നാം ഈ കുടുംബജീവൻ തകർക്കുന്ന അനുഭവത്തിൽ കൊണ്ടുപോകുന്ന ഈ അന്ധകാശ ദിവ്യാഗ്രഹ ശക്തികളെ ഈ സാത്താനിശത്തിൽ നിങ്ങൾ സന്ദർശിക്കണമേ. ജനസുഖത്തിലേക്ക് മടങ്ങി വരട്ടെ, തലമുറ സുഖത്തിലേക്ക് മടങ്ങി വരട്ടെ. അവർക്ക് മാനസാന്തരം കൊടുക്കണം, ലഹരിയിൽ വിടിവിക്കപ്പെടണം. LKG, UKG, പ്രൈമറി സ്കൂൾ, ഗ്രാമീണ സ്കൂൾ, കോളേജ്, ക്യാമ്പസ് കലാലയങ്ങളിൽ കുടുംബങ്ങളെ തലമുറകളെ തകർക്കുന്ന എല്ലാ പൈശാചികമായ ശക്തികളെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. ജനത്തെ വിടിവിക്കണമേ. എല്ലാ മാഫിയ സംഘങ്ങളെ ദൈവം സന്ദർശിക്കണമേ. എല്ലാ സ്ത്രീമാകളും ഭൂമാകളും എല്ലാം പെൺമാഫിയകളെയും ദൈവം സന്ദർശിക്കണമായി. എല്ലാ അക്രമങ്ങളും മാറി സമാധാനം ദൈവം അയക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഹമേൽപ്പത്തിൽ ഞങ്ങൾ വിദേശ രാജ്യങ്ങളായിരിക്കും കഷ്ടസംഘം നോക്കപ്പെടുന്നവർ എല്ലാം സൂക്ഷിക്കണമേ. ജോലി നഷ്ടപ്പെട്ട വിസയ്ക്ക് വേണ്ടി ആമെ പാസ്പോർട്ട് പ്രാർത്ഥിക്കുന്നവർ, ആമെ പുതിയ ജോലിക്ക് ആഗ്രഹിക്കുന്നവർ, ദേശാക്രമം പെരുന്ന കൊലപാതകങ്ങളും ആത്മഹത്യ പെരുന്ന ഈ കാലഘട്ടത്തിൽ ജനത്തെ എവിടെ എല്ലാവരും ദൈവത്തിലേക്ക് മടങ്ങി വരട്ടെ. എലീശയെ പോലെ പ്രാർത്ഥിക്കുന്നവരായിരുന്നു കൊടുക്കണമേ. അല്ലേലൂയ. കുടുംബത്തിന് ദൈവിക ദൂതമാർ കാവലായി തിരിക്കത്തുപോലെ ദൈവമക്കൾ ഒരുക്കണം. ദേശത്തും വിദേശം കത്താൻ്റെ വേലയിലായി ദൈവദാസദാസന്മാർ കുടുംബ തലമുറകളെ ദൈവം സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. രോഗമാണ് നടക്കുന്ന വിശുദ്ധ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലമുഖ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ.